വേതനം കൂട്ടാനുള്ള ആദ്യ മന്ത്രിസഭായോഗ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് അങ്കണവാടി ജീവനക്കാർ. ആദ്യ യോഗത്തിൽ തന്നെ പരിഗണിച്ചതിൽ പ്രതീക്ഷയുണ്ടെന്നും 21,000 രൂപയെങ്കിലും ലഭിക്കണമെന്നുമാണ് ആവശ്യമെന്ന് ജീവനക്കാർ പറയുന്നു. മലപ്പുറം മുണ്ടുപറമ്പിൽ നിന്ന് നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലപ്പുറം മുണ്ടുപറമ്പ് ചേരി എന്ന പ്രദേശത്തുള്ള ഒരു അംഗൻവാടിയിലാണ് ഞാനുള്ളത്. മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്നതാണ്. നല്ല മനോഹരമായിട്ടുള്ള അംഗൻവാടിയാണ്. എല്ലാ സൗകര്യങ്ങളും ഉള്ള AC-യും അതോടൊപ്പം തന്നെ ടെലിവിഷനും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു അംഗൻവാടിയാണ്. എന്തായാലും ഇന്നലെ മന്ത്രിസഭയിൽ പ്രഖ്യാപിച്ച VD സതീശൻ സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭയിൽ പ്രഖ്യാപിച്ച അംഗൻവാടി ജീവനക്കാർക്കുള്ള വേതനം 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചതിനെ എങ്ങനെയാണ് അവർ സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. അധ്യാപിക നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഇന്നലെ 1000 രൂപ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ആ തീരുമാനത്തെ നിങ്ങൾ കാണുന്നത്? നല്ല സന്തോഷമുണ്ട്. തുടക്കത്തിൽ തന്നെ ഞങ്ങളെ പരിഗണിച്ചതിൽ, അംഗൻവാടി പ്രവർത്തകരെ പരിഗണിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരുപാട് കാലത്ത് ഞങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു. അതെ, ആവശ്യമായിരുന്നു. ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു, ഞങ്ങൾക്ക് പരിഗണിക്കുന്നുള്ള ഉറപ്പായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ സഹായി അവരിന്നിപ്പോൾ ഒരു ക്യാമ്പിൽ പങ്കെടുക്കുകയാണ് അല്ലേ? ഒരു ക്ലാസ്, ഒരു മീറ്റിംഗ് ഇതിൽ ഉണ്ടാവും രണ്ടുപേർക്കും പ്രൊജക്റ്റ് മീറ്റിംഗ്. അപ്പം ഹെൽപ്പറെ പ്രൊജക്റ്റ് മീറ്റിംഗ് ആണ് ഇന്ന്. ഈ നാളെ ഞങ്ങൾക്കും ഉണ്ടാവും. അവർക്ക് 5 വർഷം 10 വർഷം അങ്ങനെയുള്ള രീതിയിലാണ്. 5 വർഷം കൂടിയവർക്ക് 8,500, 10 വർഷം കഴിഞ്ഞവർക്ക് 9. ഇപ്പം എന്തായാലും ഈ 1000 രൂപ വർദ്ധിപ്പിച്ചതിനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ് അധ്യാപകർ. അവർ പറയുന്നത് തങ്ങൾ ഇപ്പം ഫസ്റ്റത്തെ മന്ത്രിസഭയിൽ തന്നെ അത് വന്നതിൽ വളരെ സ്വാഗതാർഹമാണ് എന്നാണ് പറയുന്നത്. ഇനിയും സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി മെച്ചപ്പെടുന്നതനുസരിച്ച് അത് വീണ്ടും ഉയർത്താൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ആ പ്രഖ്യാപനത്തെ കൂടി വളരെ പ്രതീക്ഷയിലാണ് അംഗൻവാടി ജീവനക്കാർ നോക്കിക്കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.